അമർ അക്ബർ അന്തോണിയിലെ ക്യാരക്ടർ എൻ്റെ ചേട്ടാ അത് എല്ലാവർക്കും ഇപ്പോഴും ചേട്ടന്റെ ഓരോ ഡയലോഗ്സ് ഒക്കെ ആൾക്കാർ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു ഡയലോഗ് എമ്മച്ചേ അത് പിന്നെ അയ്യോ അമ്മ അയ്യോ 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 അത് കുറെ ഇതിന് വന്നിട്ടുണ്ട്. അത് ഈ എന്താണ് ട്രോൾ വീഡിയോ അതെ 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 അതിൽ കുറെ എടുത്തിരുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ ആ മൂവിയിലെ? ആ മൂവി വിപിനും വിഷ്ണുവും അവർ എഴുതിയേക്കണതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം നമ്മളവിടെ ഡെവലപ്പ് ചെയ്യുക കാര്യമൊന്നും വേണ്ട. ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റിൽ ഓൾറെഡി എല്ലാം ഉണ്ട് അതിൽ. അതിന്മേൽ ഇപ്പോൾ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് അത് കുറച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ തന്നെ ചെയ്തേക്കണം. പിന്നെ വിപിനും വിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. അത് നാശിക്കെ വിളിച്ച് അങ്ങോട്ട് വന്നു. വിപിനും വിഷ്ണുവാണ് അതെനിക്ക് തോന്നുന്നത് വേറെ ആർക്കോ വെച്ചൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതെനിക്ക് അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഈ ബുള്ളറ്റ് ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ യോഗി ബാബു ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആദ്യം പുള്ളിക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചവർ. അത് യൂട്യൂബിലെടുത്ത് നോക്കിയവർ. എൻ്റെ മുടിക്ക് ഇങ്ങനെ കിടക്കണമല്ലേ, പുള്ളി അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഇങ്ങനെ ആൾ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് വരാൻ പറ്റാണ്ടായപ്പോൾ വീണ്ടും വിളിച്ചു. അങ്ങനെ പോയതാണ്. അപ്പോൾ ക്രിക്കറ്റ് കളി അറിയുമെന്ന് മാത്രം അവർ ചോദിച്ചുള്ളൂ. അത് നല്ലൊരു ക്യാരക്ടറായിരുന്നു. അത് നല്ലൊരു ബന്ധമായിരുന്നു നമുക്ക് തമിഴിലേക്ക്. ഇപ്പോൾ പുതിയൊരു തമിഴെണ്ണം ചെയ്തു. ഇപ്പോൾ ഈ അമർ അക്ബറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ജയസൂര്യയുടെ കൂടെ അങ്ങനെ 3 പേര്, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ് 3 പേരുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരായിട്ട് കോമ്പിനേഷൻ സീൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവരിങ്ങനെ ചിരിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? അതോ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ? അവരോടാ ചോദിക്കണ്ടേ, എന്നെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, ജയനായിട്ട് ഓൾറെഡി അറിയാം നേരത്തെ. പിന്നെ പൃഥ്വിരാജും ഇന്ദ്രജിത്തും അവരൊക്കെ നല്ല സഹകരണമായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ സീൻ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോഴും എന്നെ കാണുമ്പോൾ പൃഥ്വിരാജ് ഇരിക്കണ ഓരോ കാര്യമുള്ളൂ. ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ടിരുന്ന വെച്ചല്ലേ. അന്നത്തെ ഡാൻസ് ഈ കുത്തും കോമ്പിയും ഡാൻസാണല്ലോ. ഇതേപോലത്തെ ഇന്നത്തെ പോലെ സിനിമാറ്റിക് ഡാൻസ് അല്ല. അപ്പോൾ പിന്നെ ഞാൻ ഡാൻസ് കളിക്കുമെന്ന് നാഷികവൻ അവൻ മാസ്റ്ററാണെന്ന് പറഞ്ഞു. ഷാജോൻ ചേട്ടൻ്റെ കാര്യം, ഷാജോൻ കളിച്ചോളും കുഴപ്പമില്ലെന്ന് തന്നെ ഹൈദരാബാദിൽ കൊണ്ടുപോയി, റാമോജിയിൽ കൊണ്ടുപോയിട്ട് പാട്ട് തുടങ്ങി. എന്നോട് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് മാഷ എന്നെ നോക്കി, നാഷികനെ നോക്കി. അപ്പോൾ നാഷിക പറഞ്ഞു മറ്റേ ആളെ നോക്കിയാൽ ഷാജോനെ നോക്കിയാൽ മതി, ബാക്കി ഇതൊക്കെ മാസ്റ്ററാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ പുള്ളി മാസ്റ്റർ ഇട്ട് അവിടെ പോയി. ഷാജൻ്റെ അടുത്ത് നാഷികടുത്ത് പോയി കസേര ഇരിക്കുക. ഇപ്പം ആ മാഷ് വേറെ ഡാൻസ് പഠിക്കാൻ പോയി. പുള്ളിക്ക് എൻ്റെ ശൈലിയായിട്ട് അങ്ങനെ അന്ന് ഭയങ്കര ചിരിയായിരുന്നു അവരെല്ലാവരും. അത് നല്ല അനുഭവമായിരുന്നു അവർ ആ ഒരു. പിന്നെ പടം നടക്കുമ്പോൾ ഞങ്ങൾ USA റിലീസിങ് ടൈമിന്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റാത്തൊരു ആകാംക്ഷയില്ലേ, അത് ഭയങ്കര സന്തോഷമായിരുന്നു.